കാസർഗോഡ് കേന്ദ്രീകരിച്ച് നടന്ന ഹണി ട്രാപ്പ് കേസിൽ പ്രതിയായ യുവതി ഇൻകം ടാക്സ് ഓഫീസർ ചമഞ്ഞ് നടത്തിയത് 20-ലേറെ തട്ടിപ്പുകൾ. ഇൻകം ടാക്സ് സബ് ഇൻസ്പെക്ടറുടെ വ്യാജ ID കാർഡ് ഉപയോഗിച്ചാണ് ശ്രുതി ചന്ദ്രശേഖരൻ സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെയും തട്ടിപ്പിനിരയാക്കിയത്. ഉന്നത പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ തട്ടിപ്പിനിരയായിട്ടുണ്ടെങ്കിലും നാണക്കേട് ഭയന്ന് പുറത്തു പറഞ്ഞിട്ടില്ല. മേൽപ്പറമ്പ് SI അരുൺ മോഹനെതിരെ ശ്രുതി ചന്ദ്രശേഖർ നടത്തിയ വ്യാജ ആരോപണങ്ങൾ അന്വേഷിച്ചതോടെയാണ് യുവതി മുൻപ് നടത്തിയ സമാന തട്ടിപ്പുകളും പുറത്തുവന്നത്. 2021 ജൂണിൽ കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിയ ശ്രുതി ഇൻകം ടാക്സ് സബ് ഇൻസ്പെക്ടറാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. അതിന് വ്യാജമായി തയ്യാറാക്കിയ ഇൻകം ടാക്സ് ഓഫീസറുടെ തിരിച്ചറിയൽ രേഖയും പോലീസുകാരെ കാണിച്ചു. അയൽവാസിക്കെതിരെ യുവതി നൽകിയ പരാതി വ്യാജമാണെന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടെത്തി. മാത്രമല്ല, ശ്രുതി ചന്ദ്രശേഖരൻ പ്രതിയെന്നാരോപിച്ച വ്യക്തിയിൽ നിന്ന് സ്വർണവും പണവും തട്ടിയെടുത്തെന്നും വ്യക്തമായി. ഇതോടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസുകാരനെയും യുവതി സ്വാധീനിക്കാൻ ശ്രമിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ശ്രുതി കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നും തുടർച്ചയായി വാർത്തകൾ പുറത്തു വന്നിട്ടും പരാതി നൽകാത്തത് ഇതുകൊണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. അതിനിടെ ലഭിച്ച പരാതികൾ ഒത്തുതീർക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായും ആരോപണമുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.